ഇപ്പോൾ ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്നുള്ള ഏറ്റവും തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെ VS എന്ന ആ മഹാന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ മുദ്രാവാക്യം വിളിക്കുകയാണ്. പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നതിനും അപ്പുറം വലിയൊരു ജനസാഗരമുണ്ട്. ആ ജനസാഗരം ഒരു ചെങ്കൊടിയെ ചെങ്കടലാക്കി മാറ്റിയ ജനസാഗരം ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിന് പുറത്തുണ്ട്. അവർക്കൊക്കെ ആർത്തലച്ച് അകത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷേ പാർട്ടി നേതൃത്വം കൃത്യമായി പറയുന്നു, പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് ഇതിങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാം VS എന്ന് പറയുന്ന പ്രിയ നേതാവിന്. ഇന്നലെ മുതൽ കണ്ടതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ രാജവീതികളിലൂടെ വന്ന VS-ന് നൽകിയ അഭിവാദ്യം അർപ്പിച്ചവർ കേവലം 1 കിലോമീറ്റർ താണ്ടാൻ 2 മണിക്കൂർ എടുത്ത് അത്രയധികം ജനസഞ്ചയമായിരുന്നു. ഒരുപക്ഷെ വിലാപയാത്ര കാണാനെത്തിയവർ വിലാപയാത്രയുടെ ഭാഗമായി മാറിയ ചരിത്രത്തിലെ അപൂർവ നിമിഷം. VS, നിങ്ങൾ ഏറ്റവും മികച്ച വിശുദ്ധനാകുന്നു. നിങ്ങളാണ് ഈ കാലത്തിന്റെ മുന്നോട്ട് പോക്കിന്റെ പ്രയാണത്തിന് നിങ്ങളാണ് നേതൃത്വം നൽകിയത്. ഇന്നത്തെ കേരളത്തെ ഈ കേരളമാക്കിയത്, ഈ നാടിനെ ഇന്നത്തെ നാടാക്കി മാറ്റിയത്, ഈ ഞങ്ങളെ ഇങ്ങനെയുള്ള ഞങ്ങളാക്കി മാറ്റിയത് നിങ്ങൾ VS, നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സഖാക്കൾ അവിടെ കൂടിയ അനേകായിരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, VS, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. നിങ്ങൾ കൊളുത്തിയ തിരുനാളങ്ങൾ, വിപ്ലവത്തിന്റെ തിരുനാളങ്ങൾ, മാനവ സ്നേഹത്തിന്റെ തിരുനാളങ്ങൾ, മതനിരപേക്ഷതയുടെ തിരുനാളങ്ങൾ, അതങ്ങനെ കെടാതെ തന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണല്ലോ VS, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് വീണ്ടും ഞങ്ങളിലൂടെ ജീവിച്ചിരിക്കുന്നുവെന്ന് വീണ്ടും പറയേണ്ടി വരുന്നത്. കയർപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ലേ. അറിയാം നിങ്ങൾക്കൊരു കഥയല്ലത്, പൊരുതും വർഗചരിത്രത്തിൽ ഉടനീളം തുട നിൽക്കും പരമാർത്ഥം എന്ന് പറഞ്ഞ ആ പരമാർത്ഥം അങ്ങനെ പുന്നപ്ര വയലാറിലെ വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന് അനേകായിരങ്ങൾ, രക്തസാക്ഷികളായ അനേകായിരങ്ങൾ, അവർക്ക് നേതൃത്വം നൽകിയ സഖാവ് VS ആ പുന്നപ്രയുടെ ചോര ഉണങ്ങാത്ത മണ്ണിലേക്ക് വീണ്ടും പോവുകയാണ്, അന്ത്യയാത്ര പോവുകയാണ്. VS, നിങ്ങളെ കാത്ത് അവിടെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അവിടെ അനേകായിരങ്ങൾ കാത്തു നിൽപ്പുണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. ഇപ്പോൾ നമുക്ക് ആലപ്പുഴ കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഈ മനോഹര കാഴ്ച എങ്ങനെയാണ്, എത്ര വിസ്മയിപ്പിക്കുന്ന ജീവിതം, പ്രചോദിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന ജീവിതം. ഒരു കമ്മ്യൂണിസ്റ്റിനെ മാത്രമല്ല, ഏതൊരു സാധാരണ മനുഷ്യനെയും പ്രലോഭിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ജീവിതം, അതാണ് സഖാവ് VS-ന്റെ ജീവിതം. സഖാവ് VS, നിങ്ങൾ മരിക്കുന്നില്ല, വീണ്ടും ആവർത്തിച്ചു പറയേണ്ടി വരുന്നു. ലാൽ സലാം സഖാവേ, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞു പോകുന്ന സന്ദർഭം. ഇപ്പോൾ ആലപ്പുഴ പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ വലിയ തരത്തിലുള്ള ആവേശക്കടലിരമ്പത്തോടെ സ്മരണകൾ ഇരമ്പുന്ന, പുന്നപ്ര വയലാറിന്റെ സ്മരണകൾ ഇരമ്പുന്ന ചുടുചോരയുടെ മണം മാറാത്ത മണ്ണിലേക്ക്, ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS എത്തിച്ചേർന്നിരിക്കുന്നു. 8.5 പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതം, 50 വർഷക്കാലത്തോളം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് VS, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായും 3 വർഷവും പ്രവർത്തിച്ച VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട നേതാവ്, കേരളത്തിന്റെ പ്രിയപ്പെട്ട VS-ന് കേരളം വിരോചിതമായ അടക്കം നൽകുകയാണ്. ഇപ്പോൾ പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നുള്ള പൊതുദർശനം പൂർത്തിയാക്കി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സാലി, എങ്ങനെയാണ് ഈ ഒരുപക്ഷെ നേരത്തെ കരുതിയിരുന്നത് പോലെ തന്നെ VS-നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഈ ജനസഞ്ചയത്തിനാകുന്നില്ല. നെഞ്ചിൽ റോസാപ്പൂവാണ്, ചങ്കിടിപ്പാണ് VS എന്ന് വെറുതെ പറയുന്നതല്ല, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. എന്താണ് ഇപ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും, അതായത് അവസാനമായി ഒരു നോക്ക് കൂടി കാണണം, കണ്ടേ പറ്റൂ, കണ്ടേ അടങ്ങൂ എന്ന നിലപാടിൽ തന്നെയാണ് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരും മറ്റ് ബഹുജനങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VS-ന് അന്ത്യോപചാരം അർപ്പിച്ച് അല്ലെങ്കിൽ VS-നെ ഒരു നോക്ക് അവസാനമായി ഒന്ന് കണ്ട് ഒരു ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ അതിന് എല്ലാവർക്കും സജ്ജീകരണം ഒരുക്കുക, അസാധ്യമായ ഒരു സാഹചര്യം നിലവിലുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ അതിന് അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇത് അവസാനിപ്പിച്ച് മൃതദേഹം എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. റോഡിന് ഇരുവശവും ഇപ്പോഴും ആളുകൾ നിൽക്കുകയാണ്. പക്ഷേ
പാർട്ടി ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നത് അല്പസമയം കൂടി കഴിഞ്ഞാൽ പരമാവധി ആളുകൾക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് സൗകര്യം ഒരുക്കിയ ശേഷം മൃതദേഹം ഇവിടെ നിന്ന് എടുക്കുക എന്നുള്ളത് തന്നെയാണ് വിലാപയാത്ര. ഇവിടെ നിന്ന് റിക്രിയേഷൻ ക്ലബിലേക്ക് പോവുക, പുറപ്പെടുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടി വരിക. കാരണം അത്രമേൽ ജനസഞ്ചയം ഈ റോഡിൽ ഇപ്പോഴും തിങ്ങി നിൽക്കുന്നുണ്ട്. ഇവർ പലരും ഇന്ന് വന്നവരല്ല, ഇന്നലെ രാത്രി മുതൽ ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നവരാണ്. അവർ ഭക്ഷണം കഴിക്കാതെ പെരുമഴയത്ത് നനഞ്ഞ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണണം, ഒന്ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കണം, ഒരു യാത്രയൊക്കെ നൽകണം. അത്രമേൽ അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു VS. അത്രമേൽ അവർക്ക് നേതാവായിരുന്നു VS. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഒന്ന് കാണണം എന്ന അവരുടെ ആഗ്രഹം, അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് കഴിയാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഏതായാലും അരമണിക്കൂറാണ് ഇവിടെ നിശ്ചയിച്ചെങ്കിലും അരമണിക്കൂർ കൊണ്ടൊന്നും ഇവിടെ വന്നെത്തിയിരിക്കുന്നതിന്റെ 4-1 ആളുകൾക്ക് പോലും കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പാർട്ടി ലീഡർഷിപ്പ് അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ബാക്കി ശേഷിക്കുന്നവർ റിക്രിയേഷൻ ക്ലബ്ബ് മൈതാനത്തേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ചില നേതാക്കളും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ VS-നെ ഒന്ന് ഇനി പ്രധാനപ്പെട്ട നേതാക്കളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. വീരവണക്കവുമായി എത്തിയ നേതാക്കൾ കെ ബാലകൃഷ്ണൻ, ജി രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടിയുടെ സമന്വയ നേതാക്കളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നേതാക്കൾക്ക് ഈ തടഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല ഈ ജനത്തിൻ്റെ ഈ സ്നേഹ വായ്പ് എന്ന് പറയുന്നത്.